പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അസിസ്റ്റന്റ് കമ്പൈലർ വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആദ്യം ആറ്റിങ്ങൽ കലാപം, രണ്ടാമത് കുളച്ചൽ യുദ്ധം, മൂന്നാമത് ശ്രീരംഗപട്ടണം ഉടമ്പടി, നാലാമത് കുണ്ടറ വിളംബരം. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ, ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, റഷ്യൻ വിപ്ലവം ട്രോട്സ്കി. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞത് എല്ലാം ശരിയാണ്. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റീരിയോസ്കോപ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഓപ്ഷൻ എ താപീയ മധ്യരേഖ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലിപുലേഖ്. പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദേശീയ ജലപാത 5. 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സോർസൺ. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ്. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1966 മുതൽ 69 വരെ. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. നരസിംഹ റാവു. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ്. മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് സവിശേഷത അല്ലാത്തത്. സവിശേഷതകൾ നോക്കാം. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, തൊഴിൽ വൈദഗ്ധ്യം. ഇത് 2ഉം ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബി ഹരിനായർ IAS. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ാം വായന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 1ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ
കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക? പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വിട്ടുപിടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രംഗശ്രീ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 14, നിയമത്തിനു മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രാഥമിക ഉപഭോക്താക്കൾ. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ്? ഓപ്ഷൻ ബി കമൻസലിസം. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ് ജീൻ ബാങ്കുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ ഇത് മൂന്നും ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടുന്നവയാണ്. ഹീമോഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശ്രീമാൻ നാരായണൻ. താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അഡ്ഹീഷൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 11.2 km/s. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചവണ. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യ. ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആണ് സിങ്ക് ഓക്സൈഡ്. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മെർക്കുറി. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നിയോഡിമിയം. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് നോക്കാം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത? ആൻസർ ഓപ്ഷൻ ബി ആണ് PT ഉഷ. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. സേതു കാലം, രവി ഖസാക്കിന്റെ ഇതിഹാസം, പപ്പു ഓടയിൽ നിന്ന്. അപ്പോൾ കാലം എന്ന നോവലിലെ കഥാപാത്രമാണ് സേതു, ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് രവി, ഓടയിൽ നിന്ന് എന്ന നോവലിന്റെ കഥാപാത്രമാണ് പപ്പു. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മൈക്കൽ ആഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അഖിൽ P ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വിൻഡോസ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള
ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗേറ്റ്വേ. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. അല്ലാതെ സർക്കുലറുകൾ, കോൺട്രാക്ടറുകൾ, ലോഗ് ബുക്ക് ഇതിലുള്ള വിവരങ്ങളെല്ലാം ലഭിക്കും. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിവരാവകാശം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നതിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 13/125 ദശാംശ രൂപം എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 0.104. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ആൻസർ ഓപ്ഷൻ സി ആണ് 11,025. ഏത് സംഖ്യയുടെ 75% 15? ആൻസർ ഓപ്ഷൻ ഡി ആണ് 20. രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 30 ഡിഗ്രി. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 6. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് an+b. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 105. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 800 രൂപ. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ആൻസർ ഓപ്ഷൻ ബി ആണ് 24. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഈസ്. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഈസ് വർക്കിംഗ് ഹാർഡ്. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ആൻസർ ഓപ്ഷൻ എ ആണ് ഓഫ്. ഷീ അക്യൂസ്ഡ് മീ ഓഫ് ടോക്കിംഗ് ലൗഡ്ലി. We have been living here dash 5 years. Answer option C ആണ് 4. We have been living here for 5 years. Seena dash tomorrow to attend the wedding. Answer option D ആണ് will come. Seena will come tomorrow to attend the wedding. It was dash unanimous decision. Answer option A ആണ് A. It was a unanimous decision. One who treats skin diseases is known as. Answer option D ആണ് dermatologist. One who treats skin diseases is known as dermatologist. Do you mind dash the answers? Answer option A ആണ് writing. Do you mind writing the answers? What is the meaning of the word dormant? Dormant എന്നതിന്റെ മീനിങ് ആയിട്ട് വരുന്നതാണ് ഓപ്ഷൻ ഡി inactive. The evening was dash than the morning. Answer option B ആണ് hotter. The evening was hotter than the morning.
നത്തിങ് വിൽ ഹാപ്പൻ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ആൻസർ ഓപ്ഷൻ എ ആണ് വിൽ ഈറ്റ്. നത്തിങ് വിൽ ഹാപ്പൻ വിൽ ഈറ്റ്. അടുത്തത് മലയാള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അഗാധത. ധനത്തിന്റെ ദായാണ് വരുന്നത് അഗാധത. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൃദിസ്ഥമാക്കുക. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആ ജന്മം. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹരിണം. എന്നാൽ ഹിമം, തുഷാരം, നീഹാരം ഇതെല്ലാം മഞ്ഞിന്റെ പര്യായങ്ങളാണ്. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ? ആൻസർ ഓപ്ഷൻ എ ആണ് തീ അധികം കനൽ, തീക്കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വാണി. എന്നാൽ ശബ്ദം എന്നതിന് അർത്ഥമായി വരുന്നതാണ് രവം, ധ്വനി, സ്വനം. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അധ്യാപകന്മാർ. ഗുരുക്കൾ, വൈദ്യർ, അവർകൾ ഇതെല്ലാം തന്നെ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കൊടുത്തിരിക്കുന്നു. കിലോഗ്രാമിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ കുട്ടികളുടെ മധ്യമ ഭാരം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് 32. ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങളാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഈ മാസത്തിൽ കർഷകന് ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി? ആൻസർ ഓപ്ഷൻ ഡി ആണ് 9.6. ഒരു ക്ലബിലെ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന വൃത്ത ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര ശതമാനമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 25%. ഒരു ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെയുള്ളത്. ഈ ക്ലാസ്സിലെ മധ്യ സ്കോർ എന്തായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 22. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മധ്യമ പ്രായം 40 ആണ് എങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ പ്രത്യേക പരിഗണന ഒന്നുമില്ലാതെ ഒരാളെ എടുത്താൽ അയാളുടെ പ്രായം 40-ൽ കൂടുതൽ ആകാനുള്ള സാധ്യത എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് ഹാഫ്, 1/2. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ ചുവടെ അടയാള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ 7ന്റെ ആവൃത്തി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 11. ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഈ തൊഴിൽശാലയിലെ മധ്യമ ദിവസക്കൂലി എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 590. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 3. x+3, x+5, x+7, x+9, x+11 എന്നിവയുടെ മാധ്യം 14 ആണ്. എക്സിന്റെ വില കാണുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 7. 30 സംഖ്യകളുടെ മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 360. 26, 25, 40, 36, 50, 45 എന്നിവയുടെ മാധ്യം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 37. 40 സംഖ്യകളുടെ മാധ്യം 160 ആണ്. അതിൽ 165 എന്ന ശരിയായ സംഖ്യയ്ക്ക് പകരം തെറ്റായി 125 എന്ന് രേഖപ്പെടുത്തി എങ്കിൽ ശരിയായ മാധ്യം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 161. 15, 12, 10, 9, 8, 13, 17 എന്നിവയുടെ മധ്യമം എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 12. 3, 5, 9, 10, 11, 4, 5, 18 എന്നിവയുടെ മധ്യമം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് 7. ഒരു പെട്ടിയിൽ 5 ചുവപ്പ് പന്തുകളും 7 നീല പന്തുകളും 3 വെള്ള പന്തുകളും ഉണ്ട്. പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടി ഇട്ടാൽ അതിൽ നിന്ന് ഒരു വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത 1/4 ആകും? ആൻസർ ഓപ്ഷൻ എ ആണ് 1. 3 നാണയങ്ങൾ ഒരേ സമയം എറിയുന്നത് സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. പരമാവധി 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത 3/4 ആണ്. ടെയിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യത 1/8 ആണ്. 1 മുതൽ 6 വരെ സംഖ്യകളുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. പകിടകളിൽ നിന്ന് കിട്ടാവുന്ന സംഖ്യകളുടെ തുക 4ന്റെ ഗുണിതം ആകാനുള്ള സാധ്യത എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1/4. അതിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 5 ശനിയാഴ്ചകൾ വരുവാനുള്ള സാധ്യത എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1/7. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എക്സ്, വൈ, ഇസഡ് എന്ന 3 സ്ഥാനാർത്ഥികളുണ്ട്. എക്സിന് 45% വിജയ സാധ്യത ഉണ്ടെന്നും വൈക്ക് 30% സാധ്യത ഉണ്ട് എന്നും ഇസഡിന് 25% സാധ്യത ഉണ്ട് എന്നും ചരിത്രപരമായ ഡേറ്റ സൂചിപ്പിക്കുന്നുവെങ്കിൽ എക്സിനോ വൈക്കോ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 75%. 52 കാർഡുകളുടെ ഒരു പാക്കിൽ നിന്നും എല്ലാ ജാക്ക്, ക്വീൻ, കിങ് എന്നിവ നീക്കം ചെയ്യുന്നു. ബാക്കിയുള്ള കാർഡുകൾ നന്നായി ഇടകലർത്തിയ ശേഷം ഒരു കാർഡ് ക്രമരഹിതമായി അതിൽ നിന്ന് എടുക്കുന്നു. ഈ കാർഡ് ചുവന്ന മുഖ കാർഡ് ആയിരിക്കാനുള്ള സാധ്യത കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് 0.